നമ്മുടെ സമൂഹത്തിൽ ലഹരിയുടെ ഉപയോഗം ഓരോ ദിവസങ്ങളിലും കൂടി വരുന്നത് കാരണം പല രീതിയിലുള്ള കുറ്റകൃത്യങ്ങളാണ് ഓരോ ദിവസങ്ങളിലും നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ഒരു തരത്തിലെങ്കിലും തടഞ്ഞു നിർത്താൻ സാധിക്കുന്നത് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ നമ്മുടെ നിയമപാലകരുടെ കൃത്യമായ ഒരു ഇടപെടൽ കാരണമാണ്. എന്തായാലും ഒരു വലിയൊരു സല്യൂട്ട് നമ്മുടെ കോട്ടയം ഗാന്ധിനഗർ പോലീസിന് ഇന്നും നൽകിയാൽ തന്നെ പറ്റത്തുള്ളൂ. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കോട്ടയത്തെ നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങിൻ്റെ കേസിൽ കൃത്യമായി ഗാന്ധിനഗർ പോലീസിൻ്റെ ഒരു ഇടപെടൽ കാരണം 5 പ്രതികളെ പിടിച്ച വിവരം നമ്മൾ കേട്ടതായിരുന്നു, നമ്മൾ കണ്ടതാണ്. എന്തായാലും ആ ഒരു ഗാന്ധിനഗർ പോലീസിൻ്റെ കൃത്യമായ ഒരു ഇടപെടൽ കാരണം കോട്ടയം മെഡിക്കൽ കോളേജിന് സമീപത്ത് നിന്ന് 2 പവൻ്റെ മാല, വീട്ടമ്മയുടെ 2 പവൻ്റെ മാല പൊട്ടിച്ചോടിയ പ്രതിയെ 20 മിനിറ്റിനുള്ളിലാണ് ഗാന്ധിനഗർ പോലീസ് പിടികൂടിയത്. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ സമീപ പ്രദേശത്ത് നിന്നും വീട്ടമ്മയുടെ 2 പവൻ തൂക്കം വരുന്ന മാല പൊട്ടിച്ചോടിയ പ്രതിയെ 20 മിനിറ്റിനുള്ളിൽ പിടികൂടി ഗാന്ധിനഗർ പോലീസ്. മദ്യലഹരിയിൽ വീട്ടമ്മയുടെ മാല പൊട്ടിച്ചോടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെയാണ് ഗാന്ധിനഗർ പോലീസ് സംഘം പിടികൂടിയത്. ഗാന്ധിനഗർ ആറാട്ടുകടവ് മറ്റത്തിൽ ഗോവിന്ദേസിയാണ് ഗാന്ധിനഗർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ടി ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. ഗാന്ധിനഗർ പാളത്തളപ്പിൽ ലിസമ്മ ജേക്കബിന്റെ 2 പവൻ തൂക്കമുള്ള മാലയാണ് പ്രതി പൊട്ടിച്ചെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. ശനിയാഴ്ച വൈകിട്ട് 4 മണിയോടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം. കോട്ടയം മെഡിക്കൽ കോളേജ് കസ്തൂർബായ്ക്ക് സമീപം ആശ്രയ ലൈനിൽ ഇലക്ട്രിസിറ്റി ബോർഡിന് പിൻവശത്തായിരുന്നു സംഭവമുണ്ടായത്. അംഗൻവാടിയിലിരുന്ന കുട്ടിയുമായി വീട്ടിലേക്ക് വരികയായിരുന്നു ലിസമ്മ ജേക്കബ്. ഈ സമയത്താണ് സുഹൃത്തുക്കൾക്കൊപ്പം ഷാപ്പിൽ മദ്യപിച്ച ശേഷം പുറത്തിറങ്ങിയ പ്രതി ലിസമ്മയെ കണ്ടത്. ഈ സമയം എതിർദിശയിൽ നിന്നും എത്തിയ വാഹനം കൊണ്ട് റോഡരികിലേക്ക് ഒതുങ്ങി നിന്ന ലിസമ്മയുടെ പിന്നിലൂടെ എത്തിയ പ്രതി ഇവരുടെ കഴുത്തിൽ കിടന്ന മാല പൊട്ടിച്ചെടുത്ത് ഓടി. ഇവർ ബഹളം വെച്ചതോടെ ഓടിക്കൂടിയ നാട്ടുകാർ വിവരം ഗാന്ധിനഗർ പോലീസിൽ അറിയിച്ചു. ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദിന്റെ നിർദ്ദേശപ്രകാരം ലഹരി കേസുകൾ കണ്ടെത്താൻ മഫ്തിയിൽ പരിശോധന നടത്തുകയായിരുന്ന സിവിൽ പോലീസ് ഓഫീസർമാരായ രഞ്ജിത്തിന്റെയും അനൂപിന്റെയും മുന്നിലാണ് പ്രതി വന്നുപെട്ടത്. മാല പൊട്ടിച്ച ശേഷം പ്രതി രക്ഷപ്പെട്ടതായി പോലീസ് സംഘത്തിന് നേരത്തെ വിവരം ലഭിച്ചിരുന്നു. ഇതേ തുടർന്ന് സംശയം തോന്നിയ പോലീസ് ഉദ്യോഗസ്ഥർ പ്രതിയെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചു. എന്നാൽ പ്രതി ഇവരെ തട്ടിമാറ്റി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പിന്നാലെ ഓടി പ്രതികളെ സാഹസികമായാണ് പോലീസ് സംഘം പിടികൂടിയത്. ഇയാളുടെ പക്കൽ നിന്നും മോഷണം മുതലായ മാലയും കണ്ടെത്തി.